കൂടി നിന്ന ക്രിസ്ത്യാനികളായ ആളുകൾ അബൂ ഉബൈദ റളിയല്ലാഹു തആലയോട് ചോദിച്ചു, അബൂ ഉബൈദ, ആ കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യനാണോ റോമിനെയും പേർഷ്യയെയും പിടിച്ചുകുലുക്കിയ ഉമർ? ആ കഴുതപ്പുറത്തിരിക്കുന്ന മനുഷ്യനെയാണോ ഉമർ എന്ന് നിങ്ങൾ വിളിക്കുന്നത്? അബൂ ഉബൈദ റളിയല്ലാഹു തആല മറുപടി നൽകി, കഴുതപ്പുറത്തിരിക്കുന്നത് ഉമറിന്റെ ഭൃത്യനാണ്. കാൽനടയായി 2 ഹുഫകളും കഴുത്തിൽ തൂക്കി നടന്നുവരുന്ന 14ലധികം കഷ്ണങ്ങൾ വെച്ച കമീസ് ധരിച്ച് നടന്നുവരുന്ന ആ മനുഷ്യനാണ് ഞങ്ങളുടെ ഉമർ. അദ്ദേഹം സ്വഹാബാക്കളുടെ അരികിലേക്ക് എത്തിയപ്പോൾ ചില സ്വഹാബാക്കൾ പറഞ്ഞു, അബൂ ഉബൈദ റളിയല്ലാഹു തആല കൂട്ടത്തിലുണ്ട്. ഉമറെ, ഒരൽപ്പം നല്ല വസ്ത്രത്തിൽ, ഒരു നല്ലൊരു കോലത്തിൽ ഇവിടേക്ക് വരാൻ താങ്കൾക്ക് സാധിച്ചില്ലേ? ഇസ്ലാമിന്റെ പ്രതിനിധിയായിട്ടല്ലേ ഉമറെ താങ്കൾ വന്നിട്ടുള്ളത്? ഒരു നല്ലൊരു കുപ്പായം ധരിച്ചുകൂടായിരുന്നു? ഉമർ റളിയല്ലാഹു തആല മറുപടി, ലൗ കാന ഗൈറക യാ അബാ ഉബൈദ ലജഅൽതുഹു നഖാലൻ ലിഅസ്ഹാബി റസൂലില്ലാഹ്. അബൂ ഉബൈദ, നിങ്ങളല്ലാത്ത മറ്റൊരാളാണിത് പറഞ്ഞിരുന്നെങ്കിൽ മുഴുവൻ സ്വഹാബാക്കൾക്കും താക്കീതാകുന്ന രൂപത്തിൽ ഞാൻ അവരെ ശിക്ഷിക്കുമായിരുന്നു. അബൂ ഉബൈദയാണ് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഉമ്മത്തിലെ അമീൻ. മറ്റൊരാളുടെ നാവിൽ നിന്നാണ് ഞാനിത് കേട്ടിരുന്നുവെങ്കിൽ മുഴുവൻ സ്വഹാബത്തിനും താക്കീതാകുന്ന രൂപത്തിൽ ഞാൻ ശിക്ഷ നടപ്പിലാക്കുമായിരുന്നു. അതിനുശേഷം സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, അദ്ദേഹം ധരിച്ചിട്ടുള്ളത് മുട്ടിന് താഴെ കണങ്കാലിന്റെ മധ്യത്തിലെത്തി നിൽക്കുന്ന വസ്ത്രമാണ്, നെഞ്ചുവരെ നീണ്ടു നിൽക്കുന്ന താടിയാണ്, 2 ചുമലുകൾക്കിടയിൽ പാറിക്കളിക്കുന്ന താടിയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്. ഉമർ റളിയല്ലാഹു തആല സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി, കോലം കണ്ടോ, എന്റെ രൂപം കണ്ടോ? നഹ്നു ഖൗമുൻ, സ്വഹാബ നിങ്ങൾ അറിയണം, നമ്മളൊരു ജനതയാണ്. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമുക്കെന്തെല്ലാം പ്രതാപങ്ങളുണ്ടോ, എന്തെല്ലാം ഇസ്സത്തുണ്ടോ, ആ ഇസ്സത്ത് മുഴുവൻ നൽകിയത് ഇസ്ലാമാണ്. നമ്മുടെ ഇസ്സത്ത് കണങ്കാലിന്റെ മധ്യത്തിൽ നിൽക്കുന്ന വസ്ത്രത്തിലാണ്. മുസ്ലിമിന്റെ ഇസ്സത്ത് പാറിക്കളിക്കുന്ന താടി രോമങ്ങളിലാണ്. മുസ്ലിമിന്റെ ഇസ്സത്ത് ഇസ്ലാമിന്റെ കോലത്തിലും ഇസ്ലാമിന്റെ വേഷത്തിലുമാണ്. വഇൻ തലബ്നൽ ഇസ്സത ബിഗൈരിഹാ, ഇസ്ലാമിന്റേതല്ലാത്ത ഒരു പ്രതാപം നിങ്ങൾ തേടിയാൽ അദല്ലനല്ലാഹ്, അല്ലാഹു നിങ്ങളെ നിന്ദ്യരാക്കി കളയും. ഇസ്ലാമിന്റെ വേഷത്തിലാണ് മുസ്ലിമിന്റെ ഇസ്സത്ത്. ഇന്ന് മുസ്ലിം സമൂഹം മുഴുവൻ ഇസ്ലാമിന്റെ വേഷത്തെയും ഇസ്ലാമിന്റെ കോലത്തെയും അടിയൊഴുതി കൊടുത്തുകൊണ്ട് യൂറോപ്യന്റെ സംസ്കാരത്തിലേക്ക് മാറാനുള്ള വെമ്പലിലാണ്. സ്വഹാബ വനിതകളുടെ വസ്ത്രം, ആ വസ്ത്രവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾക്കിഷ്ടം യൂറോപ്യന്റെ വസ്ത്രവും യൂറോപ്യന്റെ സംസ്കാരവും യൂറോപ്യന്റെ കോലവുമാണ്. ഇസ്ലാമിന്റെ വേഷവുമായി ഇസ്ലാമിന്റെ രൂപവുമായി ഇസ്ലാമിന്റെ താടിയുമായി മുസ്ലിം ഉമ്മത്തിന് ബന്ധമില്ല. ഏതൊരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റേതല്ലാത്ത വസ്ത്രത്തിലും കോലത്തിലും മുസ്ലിം ഉമ്മത്ത് ഇസ്സത്ത് കാണുന്നുവോ അദല്ലനഹുല്ലാഹ്, ആ ജനതയെ അല്ലാഹു തആല താഴ്ത്തിക്കളയും. എന്ന് മുസ്ലിം ഉമ്മത്ത് ഇസ്ലാമിന്റെ വേഷത്തിൽ ഇസ്സത്ത് കാണുന്നുവോ അഅസ്സനല്ലാഹ്, അല്ലാഹു ഇസ്സത്ത് നൽകും. ഉമർ റളിയല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, സ്വീകാര്യത കിട്ടാൻ വേണ്ടി ഇസ്ലാമിന്റെ വേഷത്തെ തള്ളിപ്പറയരുത്. ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ മുഴുവൻ സ്വീകരിക്കണം. ആളുകൾ മുഴുവൻ ഇസ്ലാമിന്റെ വസ്ത്രം ഒരു പ്രാകൃതമാണ്, മുസ്ലിം പെണ്ണിന്റെ വസ്ത്രം ഒരു അടിമത്തമാണെന്ന് പറയുമ്പോ അതൊക്കെ തീരെഴുതി കൊടുത്തുകൊണ്ട് മറ്റു വല്ലവരുടെയും വസ്ത്ര സംസ്കാരത്തിലേക്ക് മാറിപ്പോകേണ്ടവനല്ല മുസ്ലിം. ഇസ്ലാമിന്റെ വസ്ത്രത്തിൽ ഇസ്സത്ത് കാണുവാൻ സാധിക്കണം. ഉമർ റളിയല്ലാഹു തആല ഇസ്സത്ത് കണ്ടത് ഇസ്ലാമിന്റെ വസ്ത്രത്തിലായി.